ചർച്ചയിലേക്ക് കിടക്കുന്നു. ശ്രീ പന്തളം സുധാകരൻ, ഈ പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങളിലും ഈ ബലപരീക്ഷണങ്ങളിലും അഴിമതി വിരുദ്ധ പോരാട്ടം കുടുങ്ങിയെന്ന് തോന്നുന്നുണ്ടോ? ഈ 2 ദിവസങ്ങളിലെ പുതിയ ആരോപണങ്ങളും കത്തുകളുമൊക്കെ കാണുമ്പോൾ ആദ്യമായി എല്ലാ ബഹുമാന്യരായ മാതൃഭൂമി പ്രേക്ഷകർക്കും നന്മ നിറഞ്ഞ ദീപാവലി ആശംസകൾ. ഇപ്പം വൈകിയാണെങ്കിലും പക്ഷേ ഈ ദീപാവലി ദിവസം തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ ഒട്ടും ആശാസ്യമല്ലാത്ത ഒരു കേരളത്തെ സംബന്ധിച്ചുള്ള കറുത്ത അധ്യായത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്നത് സത്യം പറഞ്ഞ ഒരു ഗതികേടാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. മാധ്യമങ്ങളിലായാലും നമ്മൾ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഈ വിഷയത്തിൽ സത്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകൻ എന്നുള്ളതിൽ ഞങ്ങൾ അതിനകത്തൊരു പങ്കാളികളൊന്നുമല്ല. പക്ഷേ എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം നിയമസഭയിൽ തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു കാര്യം, കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഉന്നത IAS ഉദ്യോഗസ്ഥന്മാരും തമ്മിലുള്ള ഈ ചേരിപ്പോര്, ഈ തർക്കം മൂലം നമ്മുടെ ഭരണ സംവിധാനം ഒരു അരാജകത്വത്തിലേക്ക് പോവുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാരിലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്തതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഭരണസ്തംഭനം ഉണ്ടായിട്ടുണ്ട്. ആ ഭരണസ്തംഭനം ഉണ്ടാകുമ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനായാലും ഏത് രാഷ്ട്രീയ പാർട്ടിക്കായാലും നോക്കി നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇതിൽ സജീവമായി ഇടപെടുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറയുന്നത്, കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് പബ്ലിസിറ്റി മാനിയ ബാധിച്ച ചില ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനമാണ് എന്നാണ്. അത് മറ്റൊരു വിഷയത്തിലായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞിട്ട് അത് ഏത് വിഷയം, ഇതുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്, ഒരു സംശയമുണ്ട്. പക്ഷേ ഒരു കാര്യം, അഴിമതിക്കെതിരെ യുദ്ധപ്രഖ്യാപനം ആഗോള തലത്തിൽ നടക്കുന്നു. അഴിമതിക്കെതിരെ അഴിമതിക്കെതിരെ എന്ത് നടപടി ആരുടെ പേരിലെടുക്കുന്നതിൽ എത്ര ഉന്നതന്മാരായത് രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരിലായാലും ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ പേരിലായാലും അഴിമതിക്കെതിരെ നടപടികൾ എടുക്കുന്നതിൽ ഒരു അഭിപ്രായ വ്യത്യാസം ആർക്കുമില്ല. പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ ശക്തമായി അതിനെ അനുകൂലിക്കുകയും ചെയ്യുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദൻ തന്നെ പറഞ്ഞത് എന്താണ്, സുധീരം മുന്നോട്ട് പോകട്ടെ എന്നാണ്. പക്ഷേ സുധീരം മുന്നോട്ട് പോകട്ടെ എന്ന് അദ്ദേഹം പറയുമ്പോൾ ഒരു ചെറിയ സംശയം ഞങ്ങൾക്കുള്ളത്, 10 കേസാണ് അദ്ദേഹത്തിൻ്റെ മകൻ അരുണിൻ്റെ പേരിലുള്ളത്. അതിൽ ഒരെണ്ണം, അതായത് വിജിലൻസ് ഡയറക്ടർ പുണ്യവാളനാണ് എന്ന് പറഞ്ഞോടുകൂടി യഥാർത്ഥത്തിൽ ഒരു കേസ് ഒഴിവിട്ടു. ഇപ്പോൾ ബഹുമാനപ്പെട്ട പിണറായി ഇപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, പിണറായി പിടിച്ച പുലിവാൽ അഥവാ വിജിലൻസ് പുണ്യവാളൻ്റെ വികൃതികൾ അവിടെയാണ്. അതാണ് പറഞ്ഞു തുടങ്ങിയപ്പോൾ എന്തായാലും താങ്കൾ ജേക്കബ് തോമസിനൊപ്പമായിരുന്നു, അല്ലെങ്കിൽ അഴിമതി വിരുദ്ധ ജേക്കബ് തോമസ് ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ജേക്കബ് തോമസിന് ഒപ്പം എന്ന് പറയുന്നത് അങ്ങനെയല്ല. വിജിലൻസിന്റെ ഏത് കാലത്തും അഴിമതിക്കെതിരെയുള്ള പോരാട്ടം നടത്തുന്ന ആരാണോ അവരോടൊപ്പമാണ് ജനങ്ങൾ, ഞങ്ങൾ എല്ലാവരും. ഞാൻ തിരിച്ചു വരാം. ബിജു, ഇന്നലെ ഈ വിഷയം ചർച്ച ചെയ്തത് IAS IPS പോര് എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തെ ചുവട് പിടിച്ചു തന്നെയായിരുന്നു. അതങ്ങനെ അത്രത്തോളം ശരിയല്ല എന്ന നിലയ്ക്കാണ് ആ ചർച്ചയിൽ പങ്കെടുത്ത മിക്കവാറും എല്ലാവരും പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അടുത്ത പരാതി ശങ്കർ റെഡ്ഡി ജേക്കബ് തോമസിന് എതിരെ, അതായത് അദ്ദേഹത്തിനാണ് സമർപ്പിച്ചിരിക്കുന്നതെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ വകുപ്പ് അദ്ദേഹത്തിൻ്റെ ആ സംവിധാനത്തിനെതിരെ കൃത്യമായി പരാതി സമർപ്പിച്ചിരിക്കുകയാണ്. വീണ്ടും ഇവർ തമ്മിലുള്ള പരസ്പരമുള്ള പോരിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് തോന്നിയ തരത്തിലാണ് ഇന്നത്തെ പുരോഗതി. യഥാർത്ഥത്തിൽ ഈ പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങളിൽ ഈ വിഷയങ്ങളെല്ലാം കുടുങ്ങിക്കഴിഞ്ഞു. ആരോപണത്തിൻ്റെയും പ്രത്യാരോപണത്തിൻ്റെ പ്രശ്നമില്ല. UDFും കോൺഗ്രസും വരുന്ന ചെറിയ പൊളിറ്റിക്കൽ ക്യാമ്പ്, അവർക്ക് വേറെ ഒന്നും പറയാൻ കഴിയില്ല. ഒന്ന്, വിജിലൻസ് അവരുടെ ജോലിയാണ് അവർ ചെയ്യുന്നത്. വിജിലൻ്റായി വിജിലൻസിനെ സത്യസന്ധമായി അഴിമതിരഹിതമായിട്ടുള്ളൊരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വിജിലൻസിന് LDF സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു IAS ഉദ്യോഗസ്ഥനാണ്, അതുകൊണ്ട് പരാതി കിട്ടിയാൽ അന്വേഷിക്കാൻ പാടില്ല എന്ന് നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇൻകം ടാക്സ് ഓഫീസുകളിൽ CBI റെയ്ഡ് നടത്തുന്നില്ലേ? അപ്പോൾ വിവിധ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികളുടെ പണിയാണ്. അതിന് IASകാരായിരുന്നാലും IPSകാരായിരുന്നാലും LD ക്ലർക്കായിരുന്നാലും UD ക്ലർക്കായിരുന്നാലും രാഷ്ട്രീയക്കാരനായിരുന്നാലും ആരെങ്കിലും സംബന്ധിച്ച് പരാതി കിട്ടിയാൽ ആ പരാതിയുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ വിജിലൻസിന് അധികാരമുണ്ട്. ഒന്ന്, അതിന്റെ പ്രൊസീഡിങ്സ് പ്രകാരമാണ് അന്വേഷിക്കുന്നത്. പരാതിക്കാരന്റെ ക്രെഡിബിലിറ്റി കൂടി പരിശോധിക്കേണ്ടതുണ്ടോ? അതല്ലല്ലോ. ഇപ്പോൾ ശങ്കർ റെഡ്ഡി എന്നിപ്പോൾ ഒരു കത്ത് കൊടുത്തിരിക്കുന്നു വിജിലൻസ് ഡയറക്ടർ അല്ലല്ലോ അദ്ദേഹം കത്ത് കൊടുക്കേണ്ടത്. അദ്ദേഹം കത്ത് കൊടുക്കേണ്ടതല്ല, ഇത് ആൾറെഡി കോടതിയിൽ ഫയൽ ചെയ്ത കേസാണ്. അദ്ദേഹത്തിന് അതാണ് അതിൽ തോന്നിയ ഏറ്റവും വലിയ കൗതുകം അതാണ്. കാരണം വിജിലൻസ് അന്വേഷിക്കുന്ന ഒരു കേസിൽ
ആ കേസിൽ എങ്ങനെയായിരിക്കണം എന്ന നിലയ്ക്കുള്ള ഒരു ഇടപെടൽ പോലുമാണോ ശങ്കർ റെഡ്ഡിയുടെ കത്ത് എന്ന് തോന്നുന്ന തരത്തിലാണ് ആ കത്ത്? അത് വിജിലൻസ് വളരെ സത്യസന്ധമായി മുന്നോട്ട് പോകുന്നു. പല അഴിമതി കേസുകളും പുറത്തു കൊണ്ടുവരുന്നതിന് ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നടത്തുന്നു. അതിനുള്ള സ്വാതന്ത്ര്യം ഗവൺമെൻറ് നൽകിയിരിക്കുന്നു. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. അല്ലെങ്കിൽ ശങ്കർ റെഡ്ഡി ഇവിടെ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ശങ്കർ റെഡ്ഡി എന്തിനാണ് വിജിലൻസിനോട് പറയുക? അദ്ദേഹത്തിന് ഈ ആക്ഷേപമെല്ലാം കോടതിയിൽ ഫയൽ ചെയ്ത കേസല്ലേ. ഇതാണ് കംപ്ലൈൻറ്റൻ്റ്, ഇയാൾ ഇങ്ങനെയുള്ള ആൾക്കാരാണ്, ഇയാൾക്ക് ഇതാ ചോർത്തി കൊടുക്കുകയാണ്. ഇതൊരു പുതിയ ഇഷ്യൂ അല്ലല്ലോ. കോടതിയുടെ മുമ്പിൽ അയാൾക്ക് പറയാമല്ലോ. അപ്പോൾ കോടതിയിൽ മുമ്പിൽ പറയേണ്ട കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയുക, അല്ലെങ്കിൽ കോടതി മുമ്പിൽ പറയേണ്ട കാര്യങ്ങൾ വിജിലൻസ് ഡയറക്ടറിന് കൊടുക്കുക. അപ്പോൾ അത്തരം ചില തെറ്റായ രീതികളാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. ശങ്കർ റെഡ്ഡിക്ക് ഇപ്പോൾ മാത്രമല്ലല്ലോ ആക്ഷേപമുണ്ട്. ശങ്കർ റെഡ്ഡിക്കെതിരെ സുകേഷ് കേസ് ഫയൽ ചെയ്തിട്ടില്ലേ? ഇവിടെ തിരുവനന്തപുരം വിജിലൻസ് കോടതി 8-9 അവരുടെ അന്വേഷണ റിപ്പോർട്ടിൽ തിരുത്തൽ വരുത്തിയെന്ന് കണ്ടെത്തിയിട്ടില്ലേ? അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് നടക്കുന്നത്. ഇത് കോടതിയുടെ നിലപാടിൻ്റെ ഭാഗമായി കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള വിവിധ കേസുകളുടെ ഭാഗമായിട്ടുള്ള എൻക്വയറി നടക്കും. ആ എൻക്വയറിയെ തടസ്സപ്പെടുത്താൻ ഇത്തരം വാർത്തകൾ കൊണ്ടുവരിക. പിന്നെ കോൺഗ്രസ്സിന് അവരുടേതായിട്ടുള്ള താല്പര്യമുണ്ട്. അവരാണ് ഈ ശങ്കർ റെഡ്ഡിയെ കൊണ്ടുവന്ന് മാണി കേസ് അട്ടിമറിച്ചത്. മാണി കേസ്, ബാർ കേസ് അട്ടിമറിച്ചത് ശങ്കർ റെഡ്ഡിയെ കൊണ്ടുവച്ച് കോൺഗ്രസ്സാണ്. അതുമായി ബന്ധപ്പെട്ട രേഖകളുണ്ട്. അമ്പിളിയുടെ മൊഴിയെടുക്കരുതെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മാണിയുടെ പേരിലുള്ള കേസ് എഴുതള്ളണമെന്ന് പറഞ്ഞു, കുറ്റപത്രം ശരിയായ രൂപത്തിൽ കൊടുക്കാൻ സമ്മതിച്ചില്ല, ശാസ്ത്രീയ തെളിവ് ശേഖരിക്കാൻ സമ്മതിച്ചില്ല. അപ്പോൾ കോൺഗ്രസിന് അതിനകത്തൊരു പൊളിറ്റിക്കൽ ലക്ഷ്യമുണ്ട്. കാരണം അവരിലേക്കാണ് ഇത് ചെന്നെത്താൻ വേണ്ടി പോകുന്നത്. പക്ഷേ ആ ഒരു ധാരണയ്ക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിക്കാൻ ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു എന്ന ഒരു അവസ്ഥ കൂടി ആരാ ഈ നാട്ടിൽ വിശ്വസിക്കുന്നത്? കാരണം ഉദ്യോഗസ്ഥരും തമ്മിലുള്ള തർക്കം എന്ന നിലയ്ക്കാണ് പ്രതിപക്ഷം. ഇന്നലെ ടോം ജോസിനെതിരെയുള്ള ആരോപണം ഇപ്പോൾ വന്നതാണ്. ടോം ജോസിനെതിരെ ഈ സാമ്പത്തിക ആരോപണങ്ങൾ നേരത്തെ ഉണ്ട്. ഇത് എന്താ ജനങ്ങളുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിടുക. വിജിലൻസിന് ടോം ജോസിനെ സംബന്ധിച്ചൊരു ആക്ഷേപം വന്നു, പരാതി വന്നു. ആ പരാതി ഒരു കോടതി, മൂവാറ്റുപുഴ കോടതി, ഞാൻ മനസ്സിലാക്കുന്ന മൂവാറ്റുപുഴ കോടതിയുടെ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ വെരിഫിക്കേഷൻ റിപ്പോർട്ട് കൊടുത്തു, FIR രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം സെർച്ച് വാറണ്ട് വാങ്ങി വീട്ടിൽ പോയി പരിശോധിക്കപ്പോൾ രമേശ് ചെന്നിത്തല നിയമസഭയ്ക്കകത്ത് പറയുകയാണ് ഇത് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള പോരാട്ടമാണ്. ഇത് ജനങ്ങളുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിടുക. 2, വിജിലൻസിന് നേരെ ചൊവ്വേ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുക. ഒറ്റ കാര്യം കോൺഗ്രസും UDF മനസ്സിലാക്കേണ്ടത്, ഈ ഗവൺമെൻറ്റിൻ്റെ കമ്മിറ്റ്മെൻറ്റ് ജനങ്ങളോടാണ്. ജനങ്ങൾ അഴിമതിക്കെതിരാണ്. അഴിമതിക്കെതിരെ ഇനിയിപ്പം IAS പ്രശ്നം ഉണ്ടാക്കിയാലും ശരി തന്നെ, മറ്റാൾക്കാർ ഇഷ്യൂസ് ഉണ്ടാക്കിയാലും ശരി തന്നെ, അഴിമതി നടത്തിയാൽ അതിനെ സംബന്ധിച്ച് പരിശോധിക്കാനും നടപടിയെടുക്കാനും ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി എന്നുള്ള രൂപത്തിൽ വിജിലൻസിന് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്, നടക്കും. തീർച്ചയായും. ഇപ്പോൾ ഈ പരാതിക്കാരൻ കൂടിയായ പായ്ച്ചറ നവാസ് നമ്മോടൊപ്പമുണ്ട്. ശ്രീ പായ്ച്ചറ നവാസ്, ഈ വിഷയത്തിൽ വളരെ കൃത്യമായി താങ്കളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ആരോപണവുമായി ഇപ്പോൾ ശങ്കർ റെഡ്ഡി എത്തിയിരിക്കുന്നത്. താങ്കൾ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ താങ്കളുടെ പരാതി ആ നിലയ്ക്കുള്ള ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് എന്ന് തന്നെയാണ് ആ പരാതിയിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ താങ്കൾക്ക് ആ പരാതി കൊടുക്കാൻ പ്രേരണയായ ഘടകം എന്താണ്? ഞാൻ ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണെന്ന് പറയുന്നത് ശങ്കർ റെഡ്ഡി സാർ പറയുന്നത് ശരി തന്നെയാണ്. എൻ്റെ പേരിൽ കേരളത്തിലെ 2 പോലീസ് സ്റ്റേഷനുകളിൽ 2 ക്രൈം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ രജിസ്റ്റർ ചെയ്ത കേസ് കോടതിയുടെ പരിഗണനയിലാണ്. കോടതി എന്നെ ശിക്ഷിച്ച് കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ ആ കേസിൽ കുറ്റക്കാരനാവൂ. അല്ലാത്തിടത്തോളം കാലം എൻ്റെ പേരിലുള്ള കേസുകൾ കോടതിയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഞാൻ കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ആ ഒരു കേസിലെ കുറ്റാരോപിതനാണ്. ആ കേസ് 2 കേസുകൾ, ഒന്ന് കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിലും ഒന്ന് തിരുവനന്തപുരം കഠിനംകുളം പോലീസ് സ്റ്റേഷനിലുമാണ്. ഈ 2 കേസും ഒന്ന് 2013 കഠിനംകുളം പോലീസ് സ്റ്റേഷൻ, 2016 കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷൻ. ഈ 2 പോലീസ് സ്റ്റേഷനിൽ 2 ക്രിമിനൽ കേസുകൾ പ്രതിയാണ് എന്ന് ഞാൻ പറയുമ്പോൾ ഈ ശങ്കർ റെഡ്ഡി സാറിനോട് ഞാനൊന്ന് ചോദിക്കട്ടെ, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ അദ്ദേഹത്തിനെതിരെ എത്രയോ ആരോപണങ്ങളുണ്ടായി. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടക്കുന്നില്ലേ? അദ്ദേഹം പ്രതിയാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അദ്ദേഹം കുറ്റക്കാരനാണ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ പറയുകയാണ്, ശങ്കർ റെഡ്ഡിക്ക് നാക്കെടുക്കാനുള്ള ഒരു വോയിസ് ഇല്ല. കാരണം അദ്ദേഹം കുറ്റാരോപിതനാണെന്ന് പറയാം. ഞാൻ തിങ്കളാഴ്ച കോടതിയിൽ അടുത്ത കേസ് ഫയൽ ചെയ്യാൻ പോവുക. ശങ്കർ റെഡ്ഡി സാർ കേട്ടോ? കാരണം ഇന്ന് ശങ്കർ റെഡ്ഡി സാർ കൊടുത്തിരിക്കുന്ന കത്തെന്ന് പറയുന്നത് ഇനി എന്നെ ഒന്നും ചെയ്യല്ലേ ജേക്കബ് തോമസേ, ഇനി എന്നെ ഒന്നും ചെയ്യല്ലേ ജേക്കബ് തോമസേ എന്ന് പറയുന്നതിന് തുല്യമാണ് ആ കത്ത്. ആ കത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ. ഞാൻ ചോദിച്ചത് എന്താണ് ശങ്കർ റെഡ്ഡിക്കെതിരെ പരാതി കൊടുക്കാനുണ്ടായ പ്രേരണ? ക്രിമിനൽ പശ്ചാത്തലമുള്ള ചിലരെ വെച്ച് ഈ നിലയ്ക്ക് പരാതികൾ കൊടുക്കുന്നുവെന്നും ക്രെഡിബിളായ ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി കൊടുക്കുന്നുവെന്നും സ്ഥാപിത താല്പര്യക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആ ഉദ്യോഗസ്ഥരെ കൊണ്ട് കുഴപ്പമുണ്ടായവരൊക്കെ പരാതി കൊടുക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ആരോപണം. താങ്കൾ തന്നെ സമ്മതിക്കുന്നുണ്ട് താങ്കൾ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ താങ്കളെ ആ നിലയ്ക്ക് വിലക്കെടുക്കാൻ
ആർക്കെങ്കിലുമൊക്കെ കഴിയുമെന്നും സംശയിക്കാം. ജേക്കബ് തോമസ് സാർ വിജിലൻസ് ഡയറക്ടറാകുന്ന എന്നാ ഇപ്പോൾ ഒരു 4 മാസത്തിനകത്തേ ആയുള്ളൂ. കേരളത്തിൽ LDF ഭരണം വന്നത് എപ്പോഴാണ്? ഈ 4 മാസത്തിനകത്തേ ആവുന്നുള്ളൂ. ഈ 4 മാസങ്ങൾക്ക് മുന്നേ ഞാൻ പൊതു താല്പര്യ ഹർജികൾ കൊടുക്കുന്ന വ്യക്തിയാണ്. ഇവിടെ ഇരിക്കുന്ന പന്തളം സുധാകരൻ സാറിന് ഉൾപ്പെടെയുള്ള ആൾക്കാർ മറ്റേ ദേശീയ ഗെയിംസിൻ്റെ കേസുമായി ബന്ധപ്പെട്ടൊക്കെ ആ കേസിലൊക്കെ സാക്ഷിയൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞാൻ പൊതു താല്പര്യ ഹർജികൾ കൊടുക്കുന്നത് ഏകദേശം 3 വർഷത്തോളമായി കൊടുക്കുന്നുണ്ട്. ഈ കേസിൽ ശങ്കർ റെഡ്ഡി സാറിനെതിരെ ബാർ കോഴ കേസ് അട്ടിമറിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ 2 ഷീറ്റ് ഒരു പരാതി തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ കൊടുക്കുന്നു. തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ സ്പെഷ്യൽ പ്രത്യേക ജഡ്ജി A. ബദറുദ്ദീൻ സാർ ആ പരാതി പരിശോധിക്കുന്നു. ആ പരാതി പരിശോധിച്ചതിന് ശേഷം കേസ് ഡയറി വിളിച്ചു വരുത്തുന്നു. ആ കേസ് ഡയറി വിളിച്ചു വരുത്തിയപ്പോൾ 5800 പേജ് വരുന്ന കേസ് ഡയറിയുടെ ചില ഭാഗങ്ങളിൽ എക്സ്ട്രാ ഓർഡിനറി വെട്ടിത്തിരുത്തലുകൾ കാണുന്നു. അതിനിടയിൽ വിജിലൻസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പരാതിയുമായി എത്തുന്നു. അപ്പോൾ പരാതിയിൽ കഴമ്പുണ്ട് എന്നും ഈ കേസ് ഡയറി പരിശോധിച്ചപ്പോൾ പ്രാഥമിക അന്വേഷണത്തിനുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് കോടതിക്ക് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അല്ലാതെ ജേക്കബ് തോമസ് സാർ ഒരു ഫോൺ ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ പായിച്ചർ നവാസ് ഒരു പരാതി കൊടുത്തതുകൊണ്ടോ അല്ല. വിജിലൻസ് ജഡ്ജിക്ക് ആ പരാതിയിന്മേൽ കഴമ്പുണ്ട്, ആ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടാണ് പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ രണ്ടാമത് ഞാൻ സോളാർ കേസ് കൊടുത്തു. ഞാൻ തന്നെയാണ് ടോം ജോസിനെ സാറിനെതിരെയും കേസ് കൊടുത്തേക്കുന്നത്. ഞാൻ തന്നെയാണ് EP ജയരാജൻ സാറിനെതിരെ കോടതി കേസ് കൊടുത്തത്. ഞാൻ തന്നെയാണ് KM മാണി സാറിനെതിരെ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നത്. ഞാൻ തന്നെയാണ് ഈ ശങ്കർ റെഡ്ഡി സാറിനെതിരെ ബാർ കോഴ കേസ് കൊടുത്തത്. ഞാൻ തന്നെയാണ് ഇപ്പോൾ അവസാനമായി ശങ്കർ റെഡ്ഡി സാർ സോളാർ കേസ് അട്ടിമറിച്ചു എന്നുള്ള പരാതി കൊടുത്തത്. ശങ്കർ റെഡ്ഡി സാറ് എത്ര വിദഗ്ധനായ ഓഫീസറാണെങ്കിലും ഇന്ന് കാണിച്ചിരിക്കുന്നത് നിയമന അഴിമതി എന്ന് പറയുന്ന നിയമന ഉത്തരവുണ്ട്, നിയമനത്തിൽ ഒരു കുറച്ച് മാനുവലുണ്ട്, റെഗുലേഷൻസ് ഉണ്ട്. അത് തെറ്റിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ A. സജീവൻ, ആരാണ് ഇപ്പോൾ വിശുദ്ധൻ എന്ന് തിരിച്ചറിയാനാവാത്ത തരത്തിൽ ഇതിനെ ചക്ക കുഴയുന്നത് പോലെ കുഴച്ചെടുക്കാൻ ആർക്കൊക്കെയോ കഴിഞ്ഞിട്ടുണ്ട്? അഴിമതിക്കെതിരായ ശക്തമായ ഒരു പോരാട്ടം നടക്കുന്നു എന്ന സാഹചര്യം ആദ്യം സൃഷ്ടിക്കപ്പെടുകയും അങ്ങനെ പ്രഖ്യാപിച്ച് സർക്കാർ മുന്നോട്ട് പോവുകയും ചെയ്തതിന് ശേഷമാണ് ഈ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത്. അവ്യക്തത വളരെ കൃത്യമായി പ്രകടമായി ഉണ്ടാവുന്ന ഒരു സാഹചര്യം ആരാണ് ഒരുക്കിയത്? ശബ്ദ സംവിധാനത്തിൽ ചെറിയ തകരാറുണ്ട്. താങ്കളിലേക്ക് ഉടനെ മടങ്ങി വരാം. ശ്രീ പന്തളം സുധാകരൻ, ഇവിടെ ഈ ആദ്യ റൗണ്ട് നമ്മൾ അവസാനിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു വ്യക്തതയുമില്ലാത്ത ഒരു വിഷയമായി അല്ലെങ്കിൽ പലതരത്തിൽ കൂടിപ്പിണഞ്ഞ് കിടക്കുന്ന ഒരു തലത്തിലേക്ക് ഈ കാര്യത്തെ ആരൊക്കെയോ ബോധപൂർവം കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നതാണ്. എന്തായാലും ഇവിടെ അന്വേഷണം നടക്കുന്നത് സംസ്ഥാനത്തെ ഏറ്റവും ഉന്നതരായ IAS IPS ഉദ്യോഗസ്ഥർക്കെതിരെയാണ്. രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കെതിരെയും അന്വേഷണം നടക്കുന്നുണ്ട്. ആർക്കാണ് താല്പര്യം ഈ നിലയ്ക്ക് കാര്യങ്ങളെ എത്തിക്കുന്നത്?